ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നങ്കുമീൻ കറിയാണ് കേട്ടോ. ഈ നങ്കിനെ ചില ഭാഗങ്ങളിലൊക്കെ മാന്തളെന്നും പറയപ്പെടുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷിൽ സോൾ ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നങ്കുമീൻ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. സാധാരണ കൂടുതലും നമ്മൾ ചെറിയ നങ്കുമീനാണെങ്കിൽ അത് ഫ്രൈ ചെയ്യാറാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മളിത് ഇവിടെ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിന് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും കുഞ്ഞുള്ളിയും പുളിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം മീനിന് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഉണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ചിട്ട് ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ മാന്തൾ മാത്രമല്ല, നമുക്ക് അയലയായാലും മത്തിയൊക്കെ ആയാലും ഇതേപോലെ തന്നെ വെക്കാം. നമ്മൾ മാങ്ങ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുളിയും തക്കാളിയൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉണ്ടല്ലോ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഈ അരപ്പിലേക്ക് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും അതിൻ്റെ ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നേരെ ഒന്ന് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ ഒരു ചെറിയൊരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനൊക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും മീനിൻ്റെ കഷ്ണങ്ങളും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായി. അപ്പം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഇനിയുണ്ടല്ലോ നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഒന്ന് കടുക് വറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവ പൊടിയാണുള്ളത്. അപ്പോൾ ഞാൻ ഉലുവപ്പൊടി ചേർത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നല്ല ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ കടുക് വറുത്ത സംഭവങ്ങളെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഇതാ നല്ലോണം കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കടുക് വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ മീൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ മീൻ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഈ കടുക് വറുത്തത് ജസ്റ്റ് ഒന്ന് ഈ മീൻ കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാവേ. പിന്നീടുണ്ടല്ലോ ഞാനൊരു തുണി കൊണ്ടിട്ട് നമ്മുടെ ഈ ചട്ടിയെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ എണ്ണയൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കും. അങ്ങനെ തന്നെ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചൂട് പച്ചരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും പച്ചരി ചോറ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം നമ്മളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചോറിലേക്ക് മീൻ കറി ഒഴിക്കപ്പോൾ തന്നെ നല്ല മണവും നല്ല കളർഫുള്ളുമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണ്. കണ്ടോ ഇതിൻ്റെ പീസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മീൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത്. താങ്ക്